ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ രക്ഷയും അല്ലാഹുവിൻ്റെ റഹ്മത്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ആമീൻ. മുസ്ലിങ്ങളായി നല്ല മനുഷ്യരായി അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ച റബ്ബ് കൂടുതൽ നല്ല ഈമാനോടുകൂടെ ധാരാളം അമലു സ്വാലിഹാത്തുകൾ നിർവഹിച്ചുകൊണ്ട് നന്നായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വന്നത്. അപ്പോൾ അത് വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ പരാമർശിക്കാതെ പോയാൽ അതുപോലെ പരാമർശിച്ചതിൻ്റെ ഒരു ചുരുക്കം ഇങ്ങനെയാണ്. അതായത് ഇപ്പോൾ മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒറ്റവാക്കിൽ പറയുകയാണ് എങ്കിൽ ഇപ്പോൾ മയ്യത്തിനെ നമ്മളൊരു ഉയർന്ന ഭാഗത്ത് കടത്തുകയും അതിനുശേഷം കുളിപ്പിക്കുന്ന ആൾ നിയ്യത്ത് കരുതുക, ബിസ്മി ചൊല്ലുക, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വസ്ത്രം മാറ്റി നേരിയൊരു വസ്ത്രം മയ്യത്തിൻ്റെ മുകളിലിടുക, അതിനുശേഷം ഈ അരയിൽ നിന്ന് മുകളിലേക്കുള്ള ഭാഗമൊന്ന് താങ്ങി ചരിച്ച് പിടിച്ച് വയറിൽ തടവുക. അപ്പോൾ പിന്നെ വേസ്റ്റുകൾ നജസ്സുകളൊക്കെ പുറത്തു വരും. അങ്ങനെ അത് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം വുളു എടുക്കുക, പൂർണ്ണമായ വുളു എടുക്കുക. വുളു എടുക്കുമ്പോൾ വായിലും മൂക്കിലും വെള്ളം പിന്നെ കയറ്റാൻ വേണ്ടി പാടില്ല. അതിന് പകരമായിട്ട് ഒരു തുണിയിൽ വെള്ളം നനച്ച് പല്ലും ചുണ്ടുമൊക്കെ തേച്ച് തുടച്ച് വൃത്തിയാക്കുക. മൂക്കും അതുപോലെ ചെയ്യുക. അതിനുശേഷം തല കഴുകുക. ഈ മയ്യത്തിൻ്റെ വലത് ഭാഗത്തിന് മുൻഗണന നൽകിക്കൊണ്ട് വലത് ഭാഗം ചരിച്ച് അവിടെ 3 പ്രാവശ്യം കഴുകുക. പിന്നീട് ഇടത് ഭാഗം ചരിച്ച് 3 തവണ പൂർണ്ണമായി കഴുകുക, വരച്ച് കഴുകുക. ഇത് ഇങ്ങനെ 3 തവണ കഴുകിയിട്ടും മതി വരുന്നില്ല എങ്കിൽ 5 തവണ അല്ലെങ്കിൽ 7 തവണയൊക്കെ കഴുകാവുന്നതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, ഇങ്ങനെ കഴുകി നമ്മൾ ഈ ഒരു പുരുഷനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലമുടിയും താടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് ഒതുക്കി വെക്കുന്ന നല്ലതാണ്. നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, മയ്യത്തിൻ്റെ പിന്നെ നഖമോ മുടിയോ രോമങ്ങളോ ഒന്നും തന്നെ നീക്കം ചെയ്യേണ്ടതില്ല, നീക്കം ചെയ്യാൻ പാടുള്ളതല്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ മുടിയൊക്കെ ഒന്ന് ഒതുക്കി ചീകി വെക്കുന്ന നല്ലതാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹ മരണപ്പെട്ടപ്പോൾ അവരുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ നിർദ്ദേശങ്ങളും കൊടുക്കണ്ടായി. ഇന്നതുപോലെ ചെയ്യൂ, ഇന്നതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞു. അവസാനം ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹ പറയാണ്, ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ 1254 നമ്പറായിട്ടുള്ള ഹദീസുണ്ട്. അതിൽ പറയാണ്, വമഷത്നാഹ സലാസത ഖുറൂൻ. സൈനബ് റളിയല്ലാഹു അൻഹയുടെ മുടി 3 മടയൽ, മുടി മുടയുക എന്ന് പറയുമല്ലോ, 3 ഭാഗമായിട്ട് ഇങ്ങനെ മുടഞ്ഞു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് പിന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചെയ്യാം. പുരുഷനാണെങ്കിൽ ഒന്ന് മുടിയൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം ഈ ദുനിയാവെന്ന് ഈ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു പോകുമ്പോൾ വളരെ ശുദ്ധിയോടുകൂടെ വൃത്തിയോടുകൂടെ പൂർണ്ണമായ തഹാറത്തോടുകൂടെ ഈ ലോകത്തുനിന്ന് പോകണം എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ നേതാവാണ്, ലോകത്തിൻ്റെ നേതാവാണ്, ലോകത്തിന് കാരുണ്യമായി കൊണ്ട് നിയോഗിക്കപ്പെട്ട ഉന്നത വ്യക്തിത്വമാണ്, അമ്പിയാക്കളുടെ മുർസലീങ്ങളുടെ നേതാവാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയുണ്ടായി. നമുക്കറിയാവുന്ന സംഭവമാണ്. നബി മരണപ്പെട്ടു. നബിയോടുള്ള സ്നേഹം കൊണ്ട് നബി മരിച്ചിട്ട് പോലും നബി മരിച്ചു എന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കാത്ത സ്വഹാബികളുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ആരെങ്കിലും നബി മുഹമ്മദ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവനെ ഞാൻ ശരിയാക്കി കളയുമെന്ന് പറയുകയുണ്ടായി. മദീന പള്ളിയുടെ അകത്ത് ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. കുറേ ആളുകൾ പറഞ്ഞു നബി മരണപ്പെട്ടിട്ടില്ല, നബി വഹ്യ്
അള്ളാഹുവിൻ്റെ ദിവ്യബോധനം, വഹയ്യ് അത് സ്വീകരിക്കാൻ വേണ്ടി പോയതാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു നബി മരണപ്പെട്ടിരിക്കുന്നു, മറ്റു ചില ആളുകൾ പറഞ്ഞു നബി മരണപ്പെട്ടിട്ടില്ല, ഉടനെ തിരിച്ചു വരും എന്നൊക്കെ പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ നമുക്ക് ആ സംഭവം അറിയാവുന്നതാണ്. നബി മരണപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ നബി മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നക മയ്യിത്തുൻ, നീ മരിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മയ്യത്ത് കുളിപ്പിച്ചത്? ആരായിരുന്നു അതുപോലെയുള്ള കർമ്മങ്ങൾ ചെയ്തത്? നബിയുടെ കുടുംബമായ ആലുൽ ബൈത്ത് എന്ന് പറഞ്ഞാൽ നബി കുടുംബം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിച്ചതും. അങ്ങനെ കുളിപ്പിക്കുമ്പോൾ ആ മയ്യത്ത് പിന്നെ ചരിച്ച് പിടിച്ചതും വെള്ളമൊഴിച്ചു കൊടുത്തു ഒക്കെ നബിയുടെ കുടുംബം തന്നെയായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഞാനും നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ്റെ മരുമകനായിട്ടുള്ള മകളുടെ ഭർത്താവായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു 4ാമത്തെ ഖലീഫയാണ്. ഈ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് നിശ്ചയമായും അറിഞ്ഞിരിക്കണം. 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്. ഒന്ന് അദ്ദേഹം, മറ്റൊന്ന് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അലി ഇബ്നു അബീ ത്വാലിബ്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ഇവർ രണ്ടുപേരും പുറമെ ഫളല്, കുസം എന്നീ അബ്ബാസിൻ്റെ മക്കളായിട്ടുള്ള രണ്ടാളുകൾ. ആരൊക്കെയാ മനസ്സിലാക്കുക? ഒന്ന് അലി ബിൻ അബീ ത്വാലിബ്, രണ്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകനായിട്ടുള്ള അബ്ബാസ്. ഇതൊക്കെ നബിയുടെ കുടുംബമാണ്. ഈ അബ്ബാസിൻ്റെ രണ്ട് മക്കളായ ഫളല്, കുസം എന്ന് പറയുന്ന രണ്ടാളുകൾ, പിന്നെ ഉസാമത്ത് ബിൻ സെയ്ദ്, പിന്നെ ഷക്രാൻ, ഇത്രയും ആളുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിച്ചിരുന്നത്. അതിൽ ഫക്കാനൽ അബ്ബാസു വവലദാഹു യുഖല്ലിബാനിൽ ഹബീബു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെരിച്ച് താങ്ങിപ്പിടിച്ചതും, ചെരിച്ച് ഇങ്ങനെ മറിക്കുക എന്ന് പറഞ്ഞാൽ ചെരിച്ച് പിടിക്കുക എന്നർത്ഥം. ഇത് ആരാ ചെയ്യാറുണ്ടായിരുന്നത്? അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ അബ്ബാസിൻ്റെ രണ്ട് പുത്രന്മാരായിട്ടുള്ള ഫളല്, കുസം തുടങ്ങിയിട്ടുള്ള മഹാന്മാരുമായിരുന്നു റളിയല്ലാഹു അൻഹും അജ്മഈൻ. പിന്നെ ഉസാമ, ഷക്രാൻ, ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പലപ്പോഴും സേവനങ്ങൾ ചെയ്യാറുണ്ടായിരുന്ന പ്രവാചകൻ്റെ സേവകന്മാരായിരുന്നു. ഉസാമത്ത് ബിൻ സെയ്ദ്, ഷക്രാൻ, ഈ രണ്ട് സ്വഹാബിമാർ അവരായിരുന്നു വെള്ളം യസുബ്ബാനിൽ മാ, അതായത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നോ രണ്ടോ ആളുകൾ കഴുകാൻ, അല്ലെങ്കിൽ ഒരാൾ കഴുകാൻ, കയ്യിൽ തുണി കഷ്ണമൊക്കെ കെട്ടി ഇങ്ങനെ കഴുകാൻ ഒരാൾ നിശ്ചയിക്കുക, ഒന്നോ രണ്ടോ ആളുകളെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നിശ്ചയിക്കുക. അല്ലാതെ ഒരാൾ തന്നെ കഴുകുകയും ഒരാൾ തന്നെ വെള്ളമൊഴിക്കും ഒക്കെ ചെയ്യുമ്പോൾ അത് പല പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ആരൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കണം, ആരൊക്കെ മയ്യത്തിന് ശരിക്ക് കഴുകണം എന്ന് ആദ്യമേ ഒരു ധാരണയുണ്ടാകണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം, ആ മയ്യത്ത് അതിങ്ങനെ മറിച്ചിരുന്നത് ആരാണ്? അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ രണ്ട് പുത്രന്മാരായിട്ടുള്ള കുസം, ഫളല്, കുസം തുടങ്ങിയിട്ടുള്ള ആളുകൾ. അതുപോലെ പ്രവാചകൻ്റെ ശരീരത്തിൽ ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് ആരാണ്? ഉസാമ, അതുപോലെ ഷക്രാൻ, ഇവരായിരുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കുളിപ്പിക്കുന്നത്. പ്രവാചകൻ്റെ മകളുടെ ഭർത്താവാണ്. ആ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വകാന അലി യുഗസ്സിലുഹു വയഖൂൽ ബി അബി അൻത വ ഉമ്മി മാ അത്യബുക ഹയ്യൻ വ മയ്യിതാ. ഹേ പ്രവാചകരെ, അങ്ങ് മരണപ്പെട്ടാലും അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും അങ്ങ് എത്ര മഹാനാണ്, എത്ര വിശിഷ്ടനാണ്. അങ്ങേക്ക് എൻ്റെ മാതാവിനെയും പിതാവിനെയും ഇതാ ഞാൻ പ്രായശ്ചിത്തമായി നൽകിയിരിക്കുന്നു എന്ന് പ്രവാചകനോടുള്ള സ്നേഹാധിക്യത്താൽ, പ്രവാചകനോടുള്ള ആ ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മഹബ്ബത്ത് കൊണ്ട് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, പ്രവാചകനെ ഖബറിലേക്ക്, പ്രവാചകൻ്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കിയ സംഭവം പറയുന്നുണ്ട്. വകാന അല്ലദീ നസ്സല ഫീ ഖബ്രിഹി
അലി ഇബ്നു അബി ത്വാലിബ് വൽ ഫളൽ വൽ ഖുസം ഇബ്നു അൽ അബ്ബാസ് വശക്രാൻ ഇവരായിരുന്നു. അതായത് അലി റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഫളൽ, ഖുസം തുടങ്ങിയിട്ടുള്ള അബ്ബാസിൻ്റെ 2 മക്കളുമായിരുന്നു പ്രവാചകനെ ഖബറിലേക്ക് ഇറക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ തന്നെയും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കഫൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. കഫൻ എന്ന് പറയുമ്പോൾ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം 3 വസ്ത്രമാണ്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം 5 വസ്ത്രം വേണം. 5 വസ്ത്രങ്ങളാണ് ഒരു സ്ത്രീക്ക് കഫനായിട്ട് ഉണ്ടായിരിക്കേണ്ടത് എന്നാണ്. ഉമ്മ അതിയ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവലഹ ഇസാറൻ വദിർഅൻ വഖിമാറൻ വസൗബൈൻ. 5 വസ്ത്രങ്ങൾ. 1 ഇസാറൻ, ഒരു തുണി. 2 വദിർഅൻ, ദിർഅൻ എന്ന് പറഞ്ഞാൽ ഒരു കുപ്പായം. സ്ത്രീയുടെ മയ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു തുണി വേണം, പിന്നെ ഒരു കുപ്പായം വേണം. വഹിമാറൻ, ഒരു തലമക്കന വേണം സ്ത്രീകൾക്ക്. ഇതിന് പുറമെ വസൗബൈൻ, 2 വസ്ത്രങ്ങളും 2 തുണികളും. അപ്പോൾ പിന്നെ ഈ 2 തുണി പൊതിയുന്നതിന് മുമ്പായിട്ട് ഒരു തുണി പിന്നെ ഉടുക്കുക. സാധാരണ നമ്മൾ തുണി എടുക്കുമല്ലോ, അതുപോലെ ഒരു തുണി വേണം, പിന്നെ ഒരു കുപ്പായം വേണം, ഒരു മക്കന വേണം, ഒരു മഫ്തേക്ക പോലുള്ള ഒരു മുഖമക്കന വേണം. അതിന് പുറമെ 2 തുണി. ഇങ്ങനെ 5 വസ്ത്രങ്ങളാണ് ആർക്ക് വേണ്ടത്? സ്ത്രീകൾക്ക് വേണ്ടത് എന്നാണ്. ഇനി ഈ കഫൻ പുടവ എന്നുള്ളത് പ്രിയമുള്ളവരെ, അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിര് കവിയാൻ വേണ്ടി പാടില്ല. മുസ്ലിം സമൂഹം എന്നുള്ളത് ഇന്ന് ആഡംബരവും ധൂർത്തുമാണ് എല്ലാ വിഷയങ്ങളിലും. ഡ്രസ്സിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും, അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും, വാഹനത്തിൻ്റെ കാര്യത്തിലായാലും, കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ വീടുകൾ, ഇങ്ങനെ എല്ലാതിൻ്റെയും കാര്യത്തിൽ ആഡംബരവും ധൂർത്തുമൊക്കെയാണ്, പൊങ്ങച്ചമാണ്. വിവാഹങ്ങളുടെ കാര്യം പറയാനില്ല. ശരി, കഫൻ പോലും ഒരു മയ്യത്ത് ഈ ദുനിയാവിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ട് അന്ത്യലോകത്തേക്കുള്ള യാത്രയാണ്. ആ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന കഫൻ പുടവ പോലും വളരെ ഒരു മാന്യമായിട്ടുള്ള ഒരു ഇടത്തരം വില മാത്രം ഉള്ളതായിരിക്കണം എന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു ഇടത്തരം വിലയുള്ള വസ്ത്രം മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ പറയുകയാണ്, ഖാല ശാഫിഈ റഹിമഹുല്ലാ ഇന്ന അലിയൻ കറമല്ലാഹു വജഹു ഖാൽ ലാ തുഗാല ലി ഫീ കഫൻ. ഈ കഫൻ വസ്ത്രത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? അതിര് കവിയാൻ വേണ്ടി പാടില്ല, വലിയ വിലയുള്ളത് നിങ്ങൾ വാങ്ങാൻ വേണ്ടി പാടില്ല. ഫഇന്നീ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലാ തുഗാലു ഫിൽ കഫൻ ഫഇന്നഹു യുസ്ലബു സൽബൻ സരീഅ. നിങ്ങൾ ഈ വലിയ വിലയുള്ള കഫൻ പുടവയൊന്നും വാങ്ങരുത്. കാരണം എന്താ? അത് വളരെ പെട്ടെന്ന് ദ്രവിച്ചു പോകും. മയ്യത്ത് കബറിൽ വെച്ച് 2-3 ദിവസത്തിനകം ഒരുപക്ഷെ അത് ദ്രവിച്ച് മണ്ണോട് ചേർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വലിയ വിലയുള്ളതൊന്നും നിങ്ങൾ അത് വാങ്ങേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ ആ കഫൻ പുടവ എങ്ങനെയായിരിക്കണം? അത് ഭംഗിയുള്ള എന്ന് പറയാൻ നല്ലത് വെളുത്ത വസ്ത്രമൊക്കെ ആയിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി കഫൻ പുടവക്കൊക്കെ ആരാണ് അതിൻ്റെ പൈസ, ഒരു പണം എടുക്കേണ്ടത്? അതിനെക്കുറിച്ചൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പിന്നെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുന്നത്? അൽ കഫനു മിൻ റഅ്സിൽ മാൽ, ഈ മരിച്ചു കിടക്കുന്ന മയ്യത്തിൻ്റെ സമ്പത്തിൽ നിന്നായിരിക്കണം അവനുള്ള കഫൻ പുടവക്കുള്ള പണം ചെലവഴിക്കേണ്ടത്. മനസ്സിലാക്കണം. എന്നിട്ടോ ഇദാ മാതൽ മയ്യിത്തു വതറക മാലൻ ഫതക്ഫീനുഹു മിൻ മാലിഹി. അതായത് ഒരാൾ മരണപ്പെട്ടു, അദ്ദേഹം സമ്പത്ത് ഉപേക്ഷിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ കഫൻ പുടവ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്നായിരിക്കണം. ഫഇല്ലം യകുല്ലഹു മാലുൻ ഫഅലാ മൻ തൽസിമുഹു നഫഖതുഹു. ഇനി അദ്ദേഹത്തിന് സമ്പത്തില്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തിന് ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളത്? ഉദാഹരണമായിട്ട് ഒരു സ്ത്രീ മരണപ്പെട്ടു, ആ സ്ത്രീക്ക് സ്വത്തില്ല. അപ്പോൾ അവരുടെ കഫൻ പുടവ ആര് നിർവഹിക്കണം? ആരാണോ അവൾക്ക് ചെലവ് കൊടുക്കേണ്ടത്? ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ പിതാവ്, അല്ലെങ്കിൽ സഹോദരൻ, ഇങ്ങനെ ഏറ്റവും അടുത്ത ബന്ധു എന്ത് ചെയ്യണം? അതിനുള്ള ചെലവ് നിർവഹിക്കണം. അതും ഇല്ല എങ്കിലോ ഫകഫനഹു മിൻ ബൈത്തി മാലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ബൈത്തുൽ മാലിൽ നിന്നായിരിക്കണം. മുസ്ലിങ്ങൾക്ക് ഏതൊരു പ്രദേശത്തും ഏതൊരു മഹല്ലിലും മുസ്ലിം സമൂഹത്തിന് ഒരു ബൈത്തുൽ മാൽ ഉണ്ടായിരിക്കണം, ഒരു ഫണ്ട് ഉണ്ടായിരിക്കണം.
അതെന്തിനാണ് ആ ഫണ്ട്? അത് ആ പ്രദേശത്തുള്ള മുസ്ലിം സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ നിന്നെടുത്ത് ചെലവഴിക്കാൻ ഉതകുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനത്തിൽ നിന്ന് ആ മയ്യത്തിൻ്റെ കഫൻ പുടവ വഹിക്കേണ്ടതാണ്. മുസ്ലിമീന അൻഫുസഹും. ഇനി അതൊന്നുമില്ല എങ്കിലോ എല്ലാ മുസ്ലിങ്ങളും ഒക്കെ അതിൽ പങ്കാളികളായി നിർവഹിക്കണം, ആ കഫൻ പുടവ വാങ്ങണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരിപ്പോൾ ഒരു മയ്യത്തിനെ കുളിപ്പിച്ചത് കഫൻ ചെയ്ത് ആ ഒരു അന്തരീക്ഷമാണ്. ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ധാരാളമായിട്ട് മനസ്സുകളിൽ ദുആ ചെയ്യണം. പടച്ചവനെ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണേ, പടച്ചവനെ ഈ മയ്യത്തിന് നീ കരുണ ചെയ്യണമേ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു എന്നുള്ള ഒരു ചിന്ത, എന്നുള്ളൊരു പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ ആ മയ്യത്തിൻ്റെ മയ്യത്തുള്ള ആ വീട്ടിൽ ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ ആളുകളും അവരുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള ദുആ, ആത്മാർത്ഥമായിട്ടുള്ള ദുആ, ഇഖ്ലാസോടുകൂടെയുള്ള ദുആ അതുണ്ടാവണം. അങ്ങനെ മയ്യത്ത് കൊണ്ടുപോകുകയാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വളരെ അച്ചടക്കത്തോടുകൂടെ എന്നാൽ അല്പം ധൃതി കാണിച്ചുകൊണ്ട്, മയ്യത്ത് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഒരുപാട് താമസിപ്പിക്കാൻ പാടില്ല എന്ന് നമ്മൾ മുമ്പേ പറയേണ്ടായി. വേഗത്തിൽ കൊണ്ടുപോകണം. എന്നിട്ടോ അത് വളരെ ആദരവോടുകൂടെ ആയിരിക്കണം വഹിക്കേണ്ടത്, വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കണം അത് വഹിക്കേണ്ടത്. മനസ്സോടെ ഒരു വഴിപാട് എന്നുള്ള രൂപത്തിലൊന്നും വഹിക്കാൻ പാടില്ല. ആത്മാർത്ഥമായിട്ട് ആദരവോടുകൂടെ അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കണം അത് ചുമക്കേണ്ടത്. ആ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ അവരുടെ മനസ്സുകളിൽ ദുആ ഉണ്ടായിരിക്കണം. എന്താണ് ദുആ? അള്ളാഹുവേ ഇവന് പുറത്തു കൊടുക്കണമേ, ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണമേ, അദ്ദേഹത്തിന് കരുണ ചെയ്യണമേ, അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കണമേ, അദ്ദേഹത്തിൻ്റെ ആഖിറത്ത് വിജയിപ്പിച്ചു കൊടുക്കണമേ, അദ്ദേഹത്തിന് സ്വർഗം നൽകണമേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകണം. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്താ പറഞ്ഞിട്ടുള്ളത്? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ പ്രിയമുള്ളവരെ ബിസൗത്തിൻ വലാനാർ, ശബ്ദമോ തീയോ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ചില ആളുകൾ മരണപ്പെട്ടാൽ എന്തു ചെയ്യും? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ബാൻഡ്, ചെണ്ട ഇതൊക്കെ ഉണ്ടാകും, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാകും. അത് പാടില്ല. തീ പിടിച്ചുകൊണ്ട് പ്രകടനം അതല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ മുമ്പ് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന അതൊന്നും പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ മയ്യത്ത് കട്ടിലിങ്ങനെ ചുമലിൽ വെച്ച് കൊണ്ടുപോകുന്നതിന് പകരമായിട്ട് വാഹനത്തിൽ കൊണ്ടുപോവുകയാണ്. കാരണം ഖബറടക്കുന്ന സ്ഥലം 2-3 കിലോമീറ്ററൊക്കെ ദൂരത്തായിരിക്കും. വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്നോ, ഈ വാഹനം മുമ്പേ പോകുകയും അതിന് പിന്നാലെ ആയിരിക്കണം മറ്റുള്ള ആളുകൾ പോവുകയും ചെയ്യേണ്ടത്. വാഹനത്തിന് മുമ്പിൽ ആളുകൾ പോയി ആ ഖബർസ്ഥാനിലേക്ക് എത്തിപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്കൊന്നും ആർക്കും സമയമില്ല. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവിടെ ഒന്ന് പോയി ഒന്ന് കണ്ട് ഒന്ന് ചിരിച്ച് അല്ലെങ്കിൽ ഒന്ന് ദുഃഖം രേഖപ്പെടുത്തി സ്ഥലം വിടുന്ന ഏർപ്പാടാണ് പലർക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മുസ്ലിങ്ങൾ പരസ്പരം 6 ബാധ്യതകളുണ്ട്. ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ, മുസ്ലിങ്ങൾ 6 ബാധ്യതകളുണ്ട്. ആ 6 ബാധ്യതകൾ ഓരോന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി, നീ ഒരു മുസൽമാനെ കണ്ടാൽ സലാം പറയണം. അതാണ് ഒന്നാമതായിട്ട് എണ്ണിയിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു വഇദാ മാത, ആ മുസ്ലിമായ ആൾ മരണപ്പെട്ടാൽ ഫത്തബിഅ ജനാസതഹു, അവൻ്റെ ജനാസയെ നീ പിൻപറ്റണം. അപ്പം മരിച്ച വീട്ടിൽ പോയി മയ്യത്തിനൊന്ന് കണ്ട് തിരിച്ച് തൻ്റെ കാര്യങ്ങളേക്ക് പോകല്ലേ വേണ്ട. ആ മയ്യത്തിനെ ഖബറടക്കാൻ വേണ്ടി ആ മയ്യത്തിൻ്റെ പിന്നാലെ പോകാനുള്ള സന്മനസ് ഒക്കെ നമ്മൾ കാണിക്കണം പ്രിയമുള്ളവരെ. മയ്യത്തിനെ പിൻപറ്റണം പ്രിയമുള്ളവരെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനം. അത് ബാധ്യതയാണെന്നാ. അത് ഒരാൾ മയ്യത്തിനെ പിൻപറ്റി പോയാൽ ഞാൻ ചെയ്യുന്നത് വലിയ കാര്യമാണെന്ന് വിചാരിക്കണ്ട. അത് ഞാൻ അദ്ദേഹത്തോട് ചെയ്യേണ്ടുന്ന ബാധ്യതയാണ്, കടപ്പാടാണ്, എൻ്റെ കടമയാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. ഇനി
അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് നമസ്കരിക്കണം. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചുരുക്കി പറയുകയാണ്, മയ്യത്ത് നമസ്കാരം എന്നുള്ളത് എന്താ? അത് ഫർള് കിഫായയാണ്. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഫർള് രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഫർള് ഐന്, രണ്ട് ഫർള് കിഫായ. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 5 നേരം നമസ്കരിക്കേണ്ടതുപോലെ, റമളാനിൽ നോമ്പ് നോൽക്കേണ്ടതുപോലെ ഓരോ വ്യക്തികളും ചെയ്യണം. 5 നേരത്തെ നമസ്കാരം ഒരു പ്രദേശത്തെ ഏതാനും മുസ്ലിങ്ങൾ മാത്രം ചെയ്താൽ പോരാ, എല്ലാവരും ചെയ്യണം. അതിനാണ് ഫർള് ഐൻ എന്ന് പറയുക. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ മുസ്ലിങ്ങളിലെ ഒരു ഏതാനും ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആരും ചെയ്തില്ലെങ്കിലോ എല്ലാവരും ശിക്ഷിക്കപ്പെടും. അപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ ആ പ്രദേശത്തുള്ള എല്ലാവർക്കും മയ്യത്ത് നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും മയ്യത്ത് നമസ്കരിക്കൽ എന്താണ്? ഫർളാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഈ മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പ്രിയമുള്ളവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മയ്യത്തിനെ കൊണ്ടുവന്നാൽ നബി തിരുമേനി ചോദിക്കും, ഈ മയ്യത്തിന് കടമുണ്ടോ എന്ന് ചോദിക്കും. കടമുണ്ടെങ്കിൽ റസൂലുള്ള വീണ്ടും ചോദിക്കും, ഈ മയ്യത്തിന് സമ്പത്തുണ്ടോ? ഉണ്ടെങ്കിൽ ആ സമ്പത്ത് വീട്ടാൻ വേണ്ടി പറയും. ഉത്തരവാദപ്പെട്ടവരെ ചുമതലയേൽപ്പിക്കും. എന്നിട്ട് റസൂൽ നമസ്കരിക്കും. എന്നാൽ മയ്യത്തിന് കടമുണ്ട്, സമ്പത്തില്ല. ആ സന്ദർഭത്തിൽ റസൂൽ നമസ്കരിക്കാതെ മാറി നിൽക്കുമായിരുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, കണ്ടമാനം കടം വാങ്ങുക ആൾക്കാർ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ. അത്യാവശ്യത്തിന് കടം വാങ്ങാം, നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മൾ പണം കൊണ്ട് ജനിച്ചപ്പോൾ ഒരുപാട് പണം കൊണ്ട് വന്ന ആളുകളല്ല. ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാവും, കടങ്ങൾ വേണ്ടി വരും. പക്ഷേ കടം വാങ്ങുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. കടം താങ്ങാൻ കഴിയാത്ത കടങ്ങൾ വാങ്ങി അങ്ങനെ ഒരു കടക്കാരനായി ജീവിക്കുക എന്നുള്ളത് ഒരു പക്ഷേ അത് വലിയ തിന്മയിലേക്ക് നയിച്ചേക്കാം. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തെയും കുഫറിനെയും ഒരേ വചനത്തിലാണ് എണ്ണിയിട്ടുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കടക്കാരനായിട്ടുണ്ട്. നബി കടക്കാരനായിട്ടുണ്ട്. നബി മരിക്കുമ്പോൾ പോലും ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ അവിടുത്തെ പടയങ്കി ഒരു ജൂതൻ്റെ അടുക്കൽ പണയം വെച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്ന് മുസ്ലിം സമുദായം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, ധൂർത്തടിക്കാൻ വേണ്ടി, പൊങ്ങച്ചത്തിന് വേണ്ടി, ആഡംബരത്തിന് വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങി ഒരുപാട് കടക്കാരനായി മരണപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട്. അത് പാടില്ല. അങ്ങനെ കടക്കാരനായി മരണപ്പെട്ടാൽ അവന് മയ്യത്ത് നമസ്കരിക്കാതെ മാറി നിൽക്കായിരുന്നു ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത്. എന്നിട്ട് പറഞ്ഞു, എന്താ? അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ തബിഅ ജനാസതൻ വസല്ല അലൈഹാ ഫലഹു ഖിറാത്ത്. ഒരാൾ ജനാസയെ പിൻപറ്റി, ജനാസ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ഒപ്പം പോയി, എന്നിട്ട് വസല്ല അലൈഹ, ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു. ഫലഹു ഖിറാത്തുൻ, അവന് ഒരു ഖിറാത്ത് പ്രതിഫലമുണ്ട്. വമൻ തബിഅഹാ ഹത്താ യുഫ്റഗ മിൻഹാ ഫലഹു ഖിറാത്താൻ. മറ്റൊരാൾ എന്ത് ചെയ്തു? ആ മയ്യത്തിനെ പിൻപറ്റി, ആ മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചു. ആ മയ്യത്ത് കബറടക്കം ചെയ്യപ്പെടുന്നത് വരെ, ആ കബറടക്കം ദുഫൻ എല്ലാ കബറടക്കം പൂർത്തീകരിക്കുന്നത് വരെ അയാൾ ക്ഷമിച്ച് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ നിന്നു. എന്നാൽ ഫലഹു ഖിറാത്താൻ, അവന് 2 ഖിറാത്തുകൾ പ്രതിഫലമുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഖിറാത്ത് എന്ന് ചോദിച്ചു. ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ മിസ്ല ജബൽ ഉഹദ് പർവ്വതത്തോളം വലിയ പ്രതിഫലം അദ്ദേഹത്തിന് ലഭ്യമാകും എന്നർത്ഥം. ഒരു ഖിറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഉഹദ് മലയോളം. അപ്പോൾ 2 ഖിറാത്ത് എന്ന് പറഞ്ഞാലോ 2 ഉഹദ് മലയോളം എന്ന് പറഞ്ഞാൽ വലിയ പ്രതിഫലമാണുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം?
ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാ? നമ്മുടെ മുമ്പിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ അയൽവാസിയോ ബന്ധുവൊക്കെ ഇങ്ങനെയുള്ള ഒരു മരണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ മയ്യത്തിനെ പിൻപറ്റുകയും മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുകയും ആ ഖബറടക്കം പൂർത്തീകരിക്കുന്നത് വരെ അവിടെ റബ്ബിൻ്റെ കൂലി കിട്ടാൻ, എൻ്റെ ബന്ധുവാണല്ലോ എന്നുള്ള നിലക്കല്ല, മയ്യത്തിൻ്റെ അള്ളാഹുവിൻ്റെ കൂലി കിട്ടാൻ എന്നുള്ള വിചാരത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നിൽക്കുക. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാനത് ഇവിടെ പറയുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി ഇങ്ങനെ മയ്യത്തിനെ പിൻപറ്റാനും ആ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി മയ്യത്ത് നമസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് എന്താ വേണ്ടത്? നീയത്ത് വേണം. എല്ലാ അമലുകൾക്കും നീയത്ത് വേണം. എന്താണ് നീയത്ത്? നമ്മളെ മനസ്സിൽ വിചാരിക്കുകയാണ്, അത് പറയേണ്ട ആവശ്യമില്ല. മനസ്സിൽ വിചാരിക്കുക, ഞാനിതാ ഇന്ന മയ്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടാൻ, അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടാൻ ഞാനിതാ മയ്യത്ത് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കണം. അത് വളരെ നിർബന്ധമാണ്. കാരണം വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്നുള്ള ആയത്ത്, ആ ആയത്തിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായും നീയത്ത് അനിവാര്യമാണ് എന്ന്, നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം രണ്ടാമതായി മനസ്സിലാക്കേണ്ട കഴിവുള്ള ആളുകൾ, ആരോഗ്യമുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കണം. മയ്യത്ത് നമസ്കാരം ഇരുന്നു കൊണ്ട് ചെയ്തുകൂടാ. കഴിവുള്ള ആളുകൾ, ഒരു രോഗിയായ ആൾ, നീക്കാൻ വയ്യാത്ത ആൾക്കിരിക്കാം, പക്ഷേ സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ആളുകൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്നുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കണം. വാഹനത്തിലിരുന്ന് മയ്യത്ത് നമസ്കരിച്ചുകൂടാ. വാഹനത്തിൽ നിന്നിറങ്ങാതെ അവിടെ ഇരുന്ന് നമസ്കരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അത് പാടില്ല. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എന്താ പറയുന്നത്? ലാ യജൂസു അൻ യുസല്ലി അലൽ ജനായിസി വഹുവ റാകിബുൻ. വാഹനത്തിലിരുന്നു കൊണ്ട് മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി പാടുള്ളതല്ല. ഇനിയോ പ്രിയമുള്ള സഹോദരങ്ങളെ, 4 തക്ബീറുകൾ വേണം. 4 തക്ബീറുകൾ വേണം. ചില ഘട്ടങ്ങളിൽ 5ഉം 6ഉം തക്ബീറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 4 തക്ബീറത്തുകൾ വളരെ പ്രധാനമാണ്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. നജ്ജാഷി എന്ന് പറയുന്ന രാജാവ് മരണപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൻ നജ്ജാഷി ഫകബ്ബറ 4 സ്വല്ല അലൻ നജ്ജാഷി ഫകബ്ബറ 4. നജ്ജാഷി രാജാവിന് മദീനത്ത്, എത്യോപ്യയിൽ മരണപ്പെട്ട നജ്ജാഷിക്ക് മദീനത്ത് വെച്ച് റസൂൽ നമസ്കരിച്ചു. 4 തക്ബീറുകളാണ് ചൊല്ലിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ 4 തക്ബീറുകൾ വേണം. ഇനിയോ ഇങ്ങനെ തക്ബീറുകൾ നമ്മൾ തക്ബീർ കെട്ടുകയാണ്. അതിനുശേഷം എന്താ വേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയാണ് ഖിറാഅത്തു സൂറത്തുൽ ഫാത്തിഹ. ഒന്നാമതായിട്ട് വേണ്ടത് എന്താണ്? സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യണം. എങ്ങനെയാ പാരായണം ചെയ്യേണ്ടത്? സിർറൻ, രഹസ്യമായിട്ട് നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽ ഫാത്തിഹ. മനസ്സിലായല്ലോ? രണ്ടാമത്തെ തക്ബീറിന് ശേഷം വസ്സലാത്തു വസ്സലാമു അലർ റസൂൽ, അതായത് നബിയുടെ മേലിൽ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. സ്വലാത്ത് എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ഇതാണ് സ്വലാത്ത്. ഇനിയോ മൂന്നാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, മയ്യത്തിന് വേണ്ടിയുള്ള ദുആയുണ്ട്. ഒരുപാട് ദുആകൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഞാൻ ചില ദുആകൾ നിങ്ങളെ കേൾപ്പിക്കാം. ഇമാം അബൂദാവൂദ്, ഇമാം ഇബ്നു മാജ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ, മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്ന പ്രാർത്ഥനയുണ്ട്. നബി പ്രാർത്ഥിച്ചതാണ്, നബി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിനാ വ മയ്യിത്തിനാ വ ഷാഹിദിനാ വ ഗായിബിനാ വ സഗീറിനാ വ കബീറിനാ വ ദക്കരിനാ വ ഉൻസാനാ അല്ലാഹുമ്മ മൻ അഹ്യൈതഹു മിന്നാ ഫഅഹ്യിഹി അലൽ ഇസ്ലാം വ മൻ തവഫൈതഹു മിന്നാ ഫതവഫഹു അലൽ ഈമാൻ അല്ലാഹുമ്മ ലാ തഹ്രിന്നാ അജ്റഹു വലാ തുളില്ലനാ ബഅദഹു. ഇതാണ് ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസ്ലഹു വവസ്സി മുദ്ഖലഹു വഗ്സിൽഹു ബിൽമാഇ വസ്സൽജ് വൽബർദ് വനഖ്ഹി മിനൽ ഖതായാ കമാ യുനഖ്ഖ الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله
വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വഅദ്ഖിൽഹുൽ ജന്ന വഅഇദ്ഹു മിൻ അദാബിൽ ഖബർ ഔ അദാബിൻ നാർ. ഇങ്ങനെയുള്ള പ്രാർത്ഥന ഇമാം മുസ്ലിം ഉദ്ധരിച്ചതാ. വേറെയും പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്ന ഫുലാൻ ഇബ്നു ഫുലാൻ ഫീ സിമ്മതിക വഹബിലി ജിവാരിക ഫഖഹി മിൻ ഫിത്നത്തിൽ ഖബർ വഅദാബിൻ നാർ വഅൻത അഹ്ലുൽ വഫാഇ വൽ ഹഖ് ഫഗ്ഫിർ ലഹു വർഹംഹു ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളുണ്ട്. ഇനി കുട്ടികളാണ് മരണപ്പെട്ടതെങ്കിലോ അല്ലാഹുമ്മ ജഅൽഹു ലനാ സലഫ വഫറത വഅജ്റ വദുഖറ. ഇതുകൂടെ പ്രാർത്ഥിക്കണമെന്ന് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, ഈ കുട്ടിയുടെ മരണം, റബ്ബേ, ആ കുട്ടിയുടെ മരണം അവരുടെ മാതാപിതാക്കൾക്ക് ഒരു നിധിയായി, പ്രതിഫലമായി, ഒരു നിക്ഷേപമായി നീ സ്വീകരിക്കണമേ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണമേ എന്നൊക്കെയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രിയമുള്ളവരെ, കുട്ടികൾ മരണപ്പെട്ടാലുള്ള ആ പ്രാർത്ഥന വളരെ വിശദമായിട്ട് വേറെയും ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് അല്ലാഹുമ്മ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ജഅൽഹു ഫറത ലിഅബവൈഹി വസലഫൻ വദുഖറൻ വഇലതൻ വഅതിബാറൻ. എന്തൊക്കെയാണ്? ഒരു നിക്ഷേപവും പ്രതിഫലവും ആക്കണം. അതോടൊപ്പം വഇലതൻ വഅതിബാറൻ, ഒരു ഉപദേശമാക്കി, ഒരു ഗുണപാഠമാക്കി മാറ്റണമേ എന്ന. വശഫീഅൻ, ഒരു ഷഫാഅത്തായിട്ട്, അതായത് ഈ കുട്ടിണ്ടല്ലോ, കുട്ടി പരലോകത്ത് മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു ശുപാർശകനാക്കി മാറ്റണമേ എന്ന. വസക്കിൽ ബിഹി മവാസീനഹുമാ, അവരുടെ മീസാനുകൾ, അവരുടെ തുലാസുകൾ ഘനം കൂട്ടിക്കൊടുക്കണമേ ഈ കുട്ടിയുടെ മരണനിമിത്തം എന്നൊക്കെ ഉണ്ട് ആ പ്രാർത്ഥനയിൽ. അപ്പോൾ ഇതൊക്കെ പ്രാർത്ഥിക്കാമെന്നുള്ള. നാലാമത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം, നാലാമത്തെ തക്ബീറിന് ശേഷം ഒരു ദുആയുണ്ട്. ആ ദുആ എങ്ങനെയാണ്? വഖാല ശാഫിഈ യഖൂലു ബഅദഹ അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു. ഇതാണ് നാലാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ഇനി അത് കഴിയില്ല എങ്കിൽ വഖാല ഇബ്നു അബീ ഹുറൈറ കാനൽ മുതഖദ്ദിമൂന യഖൂലൂന ബഅദ الرابعة اللهم ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്നും പ്രാർത്ഥിക്കാവുന്നതാണ് നാലാമത്തെ തക്ബീറിന് ശേഷം. പിന്നീട് നമ്മൾ സലാം വീട്ടുക. സാധാരണ ഇവിടെ കാണുന്നത് ഒരു ഭാഗത്തേക്ക്, വലതുവശത്തേക്ക് മാത്രം സലാം വീട്ടുന്നതായിട്ടാണ്. അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ രണ്ട് ഭാഗത്തേക്കും സലാം വീട്ടാം. സലാം ഇങ്ങനെ വീട്ടുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നാണ് നമ്മൾ പറയേണ്ടത്. സാധാരണ നമസ്കാരത്തിൽ സലാം വീട്ടുന്ന പോലെ വബറകാതുഹു എന്നുള്ളതിന് ഖണ്ഡിതമായിട്ടുള്ള തെളിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതോടൊപ്പം ഇവിടെ മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, അതൊക്കെ വളരെ അർത്ഥസമ്പുഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്കത് പറയാം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.